നമസ്കാരം. പ്രധാനപ്പെട്ടതായ ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഏവരോടും പരാമർശിക്കാനായിട്ടുള്ളത്. പുതിയൊരു മാസം ആരംഭിച്ചിരിക്കുകയാണ്. വലിയ പ്രതീക്ഷകൾ തന്നെയാണ് ഏവർക്കും ഈ മാസവുമായി ബന്ധപ്പെട്ട് ഉള്ളത് എന്ന് തന്നെ പറയാം. എന്നാൽ ഈ മേടമാസവുമായി ബന്ധപ്പെട്ട് ഇന്നലെ പ്രശ്നം വയ്ക്കുകയുണ്ടായി. ഈ പ്രശ്നത്തിൽ മേടമാസവുമായി ബന്ധപ്പെട്ട് വന്നു ചേരുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് പരാമർശിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ ഈ പരാമർശിക്കുന്ന നക്ഷത്രക്കാർക്ക് ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ തന്നെ ജീവിതത്തിൽ ഈ മാസം വന്നു ഭവിക്കും. എന്നാൽ നേരെ മറിച്ച് ചില നക്ഷത്രക്കാർക്ക് ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരുന്ന സമയമാണ്. ഈ മാസത്തെ കാര്യമാണ് പറയുന്നത്. ഈ മാസം നിങ്ങൾ ശ്രദ്ധയോടെ മുന്നോട്ട് പോകണം. പ്രശ്നത്തിൽ കണ്ട ആ കാര്യങ്ങളെക്കുറിച്ചാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത്. ഏവരും വെള്ളിയാഴ്ച ദിവസം നടത്തുന്ന ലക്ഷ്മി വരാഹി പൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും പ്രത്യേക ആവശ്യങ്ങളുണ്ട് എങ്കിൽ ആ കാര്യവും രേഖപ്പെടുത്തൂ. ഇനി ഫലങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കാൻ പോകുന്നത്. പ്രശ്നത്തിൽ ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ വന്നു ചേരാൻ പോകുന്നു എന്ന് കണ്ട ആ നക്ഷത്രക്കാർ ഇവരാകുന്നു. അതിൽ ആദ്യത്തെ നക്ഷത്രം ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രക്കാർക്ക് ഈ സമയം, ഈ മേടമാസം ഏറ്റവും അനുകൂലമാണ് എന്നാണ് പ്രശ്നത്തിൽ കണ്ടത്. ഈ സമയം ഇവർക്ക് ചില നേട്ടങ്ങൾ വന്നു ചേരും. കാരണം സൽചിന്തകളോടെ ഇവർ പ്രവർത്തിക്കേണ്ടതായ ഒരു സമയമാണ്. ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടതായ സമയം വളരെ അനുകൂലമാണ്. അതിനാൽ നിങ്ങളിലേക്ക് പല അവസരങ്ങളും കടന്നു വരും. അത് ശരിയായ രീതിയിൽ വിനിയോഗിച്ച് മുന്നോട്ട് പോവുക എന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. തന്മൂലം നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. കലഹങ്ങൾ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. കുടുംബ സൗഖ്യം പ്രതീക്ഷിക്കാം. മംഗളകരമായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ധനപരമായ നേട്ടങ്ങൾക്കും സാമ്പത്തികപരമായ പല രീതിയിലുള്ള ഉയർച്ചകൾക്കും ഈ മാസം നിങ്ങൾക്ക് അനുകൂലമാകും. അത്തരത്തിലുള്ള ഫലങ്ങൾ വന്നു ചേരാം. എന്നാൽ ഈ സമയം നിങ്ങൾ പ്രത്യേകിച്ചും ഇഷ്ടദേവതയെ ഭജിക്കേണ്ടത് അനിവാര്യമാണ്. ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും പ്രത്യേകിച്ചും ഈ മാസം ഭഗവതി സേവ എന്ന വഴിപാട് നടത്തുക. അതോടൊപ്പം ഗണപതി ഹോമം കൂടി നടത്തി പ്രാർത്ഥിക്കുക. ശുഭകരമായ ഫലങ്ങൾ തടസ്സങ്ങൾ കൂടാതെ വന്നു ചേരും എന്ന കാര്യം നിസ്സംശയം പറയാം. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് പുണർദം നക്ഷത്രമാണ്. പുണർദം നക്ഷത്രക്കാരുമായി ബന്ധപ്പെട്ട് പ്രശ്നത്തിൽ തെളിഞ്ഞതായ കാര്യം ഇവർക്ക് ഈ മാസം അനുകൂലമാണ് എന്ന് തന്നെയാണ്. കാരണം ഗുണകരമായ കാര്യങ്ങൾ പ്രതീക്ഷിക്കാം. പല കാര്യങ്ങളും നിങ്ങൾക്ക് ഒരു പ്രതീക്ഷ ഉണ്ടാകണം എന്നില്ല. പല കാര്യങ്ങളും നഷ്ടപ്പെടും. അത്തരത്തിലുള്ള ചിന്തകളുണ്ട് എങ്കിൽ അത് തെറ്റിദ്ധാരണയാണ്, മിഥ്യാധാരണയാണ് എന്ന് മനസ്സിലാക്കുക. കാരണം അപ്രതീക്ഷിതമായി പല രീതിയിലുള്ള ഗുണാനുഭവങ്ങൾ വന്നു ചേരാം. ആഗ്രഹ സാഫല്യം വന്നു ചേരും. കാര്യതടസ്സങ്ങൾ പ്രധാനമായും ജീവിതത്തിലുണ്ട് എങ്കിൽ അത് ഒഴിഞ്ഞു പോകുന്നതായ സമയം. അംഗീകാരങ്ങൾ തേടി എത്തുന്നതായ സമയം. ബിസിനസ് പരമായി നേട്ടങ്ങൾ വർദ്ധിക്കുന്ന സമയം. വരുമാനം വളരെയധികം വർദ്ധിക്കാം. കൈകളിലേക്ക് പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഇരട്ടിയായി തന്നെ ധനം വന്ന് ചേരാവുന്നതായ സമയം. നേരായ വഴിയിലൂടെ തന്നെ ധനം നിങ്ങൾ സമ്പാദിക്കണം എന്ന കാര്യം ഓർക്കുക. കുറുക്കു വഴികൾ പലത് വരും. അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് ദോഷമേ വന്നു ചേരൂ എന്ന കാര്യം ഓർക്കുക. പരമശിവനെ നിങ്ങൾ ആരാധിക്കുന്നത് ശുഭകരമാണ്. പ്രത്യേകിച്ചും ശിവക്ഷേത്രത്തിൽ നിങ്ങളുടെ പേരിൽ ധാര വഴിപാട് നടത്തുന്നത് ശുഭകരമാണ്. കൂടാതെ ഈ സമയം കൂവളമാല ഭഗവാന് സമർപ്പിക്കുന്നതും പിൻവിളക്ക് തെളിയിക്കുന്നതും ശുഭകരമാണ്. തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ തന്നെ തടസ്സങ്ങൾ കൂടാതെ വന്നു ചേരും. മറ്റൊരു നക്ഷത്രം പൂയം നക്ഷത്രമാണ്. പൂയം നക്ഷത്രക്കാർക്ക് മേടമാസം വളരെ ശുഭകരമാണ് എന്ന് തന്നെയാണ് പ്രശ്നത്തിൽ തെളിഞ്ഞത്. കാരണം ഇവർക്ക് ചില കാര്യങ്ങൾ ഈ മാസം സംഭവിക്കും. അഭീഷ്ട നേട്ടങ്ങൾ വന്നു ചേരാം. ആരോഗ്യപരമായ ഉയർച്ച വന്നു ചേരും എന്ന് തന്നെയാണ് ഫലം. ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട് എങ്കിൽ അത് പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഏതൊരു കാര്യവും എടുത്തു ചാടാതെ പ്രവർത്തിച്ചാൽ
അതിൽ വിജയസാധ്യത കൂടുതലാണ്. ബിസിനസ് പരമായ നേട്ടങ്ങൾ വർദ്ധിക്കാം. കച്ചവടവുമായി ബന്ധപ്പെട്ട് അല്പം നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട്. മനസ്സിലേക്ക് ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സന്തോഷം കടന്നു വരുന്നതായ സമയമാണ്. സാമ്പത്തികപരമായ ഉയർച്ച, ചെയ്യുന്ന കാര്യങ്ങളിൽ ഭാഗ്യം തുണയ്ക്കുക, തന്മൂലം സന്തോഷവും ധനപരമായ നേട്ടങ്ങളും വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾക്ക് ഈ സമയം ശുഭകരമാണ്. നിങ്ങൾ തീർച്ചയായും ദേവിയെ ആരാധിക്കുക. ഈ സമയം ഭഗവതി സേവയും ഗണപതി ഹോമവും നടത്തി പ്രാർത്ഥിക്കുന്നത് സർവ ഐശ്വര്യപ്രദമാണ്. ദേവിയുടെ മന്ത്രങ്ങൾ കൂടി ഈ സമയം ജപിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊരു നക്ഷത്രം മകം നക്ഷത്രമാണ്. മകം നക്ഷത്രക്കാർക്കും ശുഭകരമാണ് എന്ന് തന്നെയാണ് പ്രശ്നത്തിൽ തെളിഞ്ഞത്. കാരണം ധനപരമായ നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട്. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്നു ചേരാം. പല കാര്യങ്ങളും ഇവർക്ക് ദുഷ്കരമാകും എന്ന് തോന്നും. എന്നാൽ പിന്നീട് ചിന്തിച്ച് പ്രവർത്തിക്കുകയാണ് എങ്കിൽ ഏതൊരു കാര്യമാണ് എങ്കിലും ഗുണകരമാകുവാൻ സാധ്യത വളരെ കൂടുതലാണ്. പ്രവൃത്തി വിജയങ്ങൾ, കുടുംബ സൗഖ്യം എന്നിവ ജീവിതത്തിലേക്ക് വന്നു ചേരാം. സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ബന്ധുക്കളോ അത്തരത്തിലുള്ള വ്യക്തികളുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാം. പൊതുപ്രവർത്തകർക്കും അനുകൂലമാണ് സമയം എന്ന് തന്നെ പറയാം. ജനപ്രീതി വർദ്ധിക്കും. ഈ സമയം അംഗീകാരങ്ങൾ തേടിയെത്താം. നേട്ടങ്ങൾ വർദ്ധിക്കും. ദാമ്പത്യ കലഹങ്ങൾ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. പരമശിവനെ ആരാധിക്കുക. ഉമാമഹേശ്വരന്മാരെ നിങ്ങൾ ഭജിക്കുക. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഭഗവാന് കൂവളമാല ചാർത്തുക. കൂടാതെ ധാരയും പിൻവിളക്കം നടത്തി പ്രാർത്ഥിക്കുക. സർവ ഐശ്വര്യപ്രദമാണ് എന്ന് തന്നെ പറയാം. തിങ്കളാഴ്ച തന്നെ ഈ വഴിപാട് നടത്തുവാൻ ശ്രമിക്കുക. അതല്ല എങ്കിൽ അടുത്ത ദിവസങ്ങളിലും നടത്താം. മറ്റൊരു നക്ഷത്രം ഉത്രം നക്ഷത്രമാണ്. ഉത്രം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം അനുകൂലമാണ് എന്ന് തന്നെയാണ് പ്രശ്നത്തിൽ തെളിഞ്ഞത്. ചില കാര്യങ്ങൾ ഇവർക്ക് ഈ മാസം സംഭവിക്കാം. അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഗുണകരമായ കാര്യങ്ങൾ വന്നു ചേരും. നേട്ടങ്ങൾ വർദ്ധിക്കാം. ബഹുമാനം ഈ സമയം വളരെ വർദ്ധിക്കുന്നതായ സമയമാണ്. സ്ഥാനമാനങ്ങൾ നിങ്ങളെ തേടിയെത്താം. ധനപരമായ നേട്ടങ്ങൾ സംഭവിക്കാം. കാര്യവിജയങ്ങൾ തേടിയെത്തും. പല കാര്യങ്ങളിലും പ്രവൃത്തി വിജയം നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതലായി ലഭിക്കാം. ചില കാര്യങ്ങൾ വാങ്ങുവാൻ ആഗ്രഹിച്ചിട്ടുണ്ട് എങ്കിൽ, അതിനായി ആത്മാർത്ഥമായ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എങ്കിൽ തീർച്ചയായും അത് നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. ഭൂമി വാങ്ങുവാൻ സാധിക്കും. വിൽക്കുവാനുള്ള അവസരങ്ങളും വന്നു ചേരാം. എന്നാൽ ഒരു വ്യക്തിയെ കൂടുതലായി വിശ്വസിക്കുന്നത് മൂലം ചതിവ് സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈശ്വരാധീനം വർദ്ധിക്കുന്നതായ സമയമാണ്. അതിനാൽ പല രീതിയിലുള്ള അപകടങ്ങളും നിങ്ങൾക്ക് ഒഴിഞ്ഞു പോകുന്നതായ സമയം എന്ന് തന്നെ പറയാം. ലളിത സഹസ്രനാമം പാരായണം ചെയ്യുക. ഭഗവതി സേവയും ഗണപതി ഹോമവും നടത്തി പ്രാർത്ഥിക്കുക. ശുഭകരമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് അനിഴം നക്ഷത്രമാണ്. പ്രവൃത്തി വിജയം വന്നു ചേരുന്ന സമയം. കാര്യതടസ്സങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കും. പോസിറ്റീവായ നേട്ടങ്ങൾ വന്നു ചേരും. കുടുംബവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന പല പ്രശ്നങ്ങളും പരിഹരിക്കുവാൻ സാധിക്കും. ദമ്പതികൾക്കിടയിൽ ഐക്യം വർദ്ധിക്കാം. കുടുംബ സൗഖ്യം വർദ്ധിക്കും. ശത്രുദോഷങ്ങൾ ജീവിതത്തിലുണ്ട് എങ്കിൽ പോലും അത് നിങ്ങളുടെ ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കാത്ത അവസ്ഥ വന്നു ചേരാം. ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. ധനപരമായ ഉയർച്ചയ്ക്ക് സഹായകരമായ കാര്യങ്ങൾ വന്നു ചേരും. ബിസിനസ് കച്ചവടവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. ബിസിനസ്സിൽ ഉയർച്ച നേടുവാൻ സാധിക്കും. പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലം വന്നു ചേരും. സ്ഥാനോന്നതി ലഭിക്കും. ബഹുമാനം വർദ്ധിക്കും. തൊഴിൽപരമായ ഉയർച്ച ജീവിതത്തിലേക്ക് കടന്നു വരും. തീർച്ചയായും വിഷ്ണു ഭഗവാനെ ആരാധിക്കുന്നതും പാൽപായസ വഴിപാട് നടത്തി മുന്നോട്ട് പോകുന്നതും ശുഭകരമാണ്. സാധിക്കുന്നവർ തുളസിമാല കൂടി ചേർത്തുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് തൃക്കേട്ട നക്ഷത്രമാണ്. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് കാര്യവിജയങ്ങൾ വന്നു ചേരും. മുടങ്ങിയ പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയമാണ്. വീട് പണി പൂർത്തിയാക്കുവാൻ സാധിക്കും. വസ്തുക്കൾ നേടുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. കർമ്മവുമായി ബന്ധപ്പെട്ട് ഉയർച്ച സാധ്യമാകും. തടസ്സങ്ങൾ പലതുണ്ട് എങ്കിൽ പോലും
അത് ശരിയായ രീതിയിൽ ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കാത്ത അവസ്ഥ വന്നു ചേരും. കാര്യലാഭം ഉണ്ടാകുന്ന മാസമാണ് ഇത്. ശത്രുദോഷങ്ങൾ ഒരു പരിധിവരെ ജീവിതത്തിൽ നിന്നും ഒഴിയാം. മനക്ലേശങ്ങൾ വർദ്ധിക്കും. എന്നിരുന്നാൽ പോലും അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന മനോബലം വന്നു ചേരും. അതിനുള്ള ശക്തി നിങ്ങൾക്ക് വന്നു ചേരും. വിചാരിക്കാതെ തന്നെ പല കാര്യങ്ങളും അപ്രത്യക്ഷമായി സംഭവിക്കാം. ബന്ധു സഹായം, സുഹൃത്ത് സഹായം എന്നിവ വന്നു ചേരും. സ്നേഹം വർദ്ധിക്കും. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുവാൻ സാധിക്കും. ശ്രീകൃഷ്ണ ഭഗവാനെ ഭജിക്കുന്നതും തുളസിമാല ചാർത്തി പ്രാർത്ഥിക്കുന്നതും കൂടാതെ പാൽപായസവും തൃക്കൈവെണ്ണ വഴിപാടും നടത്തുക. കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. മറ്റൊരു നക്ഷത്രം ഉത്രാടം നക്ഷത്രമാണ്. ഉത്രാടം നക്ഷത്രക്കാർക്ക് അനുകൂലമാണ് ഈ സമയം എന്ന കാര്യം ഓർക്കുക. വിചാരിക്കുന്ന പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായ സമയം എന്ന് തന്നെ പറയാം. ധനപരമായ ഉയർച്ച വന്നു ചേരും. മനസമാധാനം ജീവിതത്തിൽ വർദ്ധിക്കും. അംഗീകാരങ്ങൾ തേടിയെത്തും. തൊഴിൽപരമായ ഉയർച്ച, സ്ഥാനോന്നതി എന്നിവ പ്രതീക്ഷിക്കാം. ഉന്നത സ്ഥാനം തന്നെ വന്നു ചേരും. അംഗീകാരം, ബിസിനസ് പരമായ ഉയർച്ച എന്നിവ ജീവിതത്തിലേക്ക് കടന്നു വരും. നല്ല സൗഹൃദങ്ങൾ ലഭിക്കും. ഈ സമയം സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരും. എന്നാൽ ചില കാര്യം നിങ്ങളെ കുഴപ്പത്തിലാക്കും. അറിയാതെ തന്നെ മനോനിയന്ത്രണം നഷ്ടമാകാം. പല കാര്യങ്ങളും തെറ്റായി സംസാരിക്കാം. വാക്കുകൾ സൂക്ഷിക്കുക. ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണ് എങ്കിൽ തീർച്ചയായും ഉയർച്ച നേടാം. അല്ലെങ്കിൽ സൗഭാഗ്യങ്ങൾ തട്ടിത്തെറിച്ചു പോകും. നെഗറ്റീവായ ചിന്തകൾ പൂർണ്ണമായും ഒഴിവാക്കുക. എനിക്കത് സാധിക്കും, എനിക്ക് വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കും, അത്തരത്തിൽ ശുഭകരമായ കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക. ഈ സമയം വിഷ്ണു ഭഗവാനെ ആരാധിക്കുക. തൃക്കൈവെണ്ണ വഴിപാട് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുമ്പോൾ ഈ വഴിപാട് നടത്തുക. തുളസിമാല ചാർത്തി പാൽപായസം നടത്തി മുന്നോട്ട് പോവുക. ഈ വഴിപാട് നടത്തുകയാണ് എങ്കിൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരും. പ്രശ്നത്തിൽ ചില നക്ഷത്രക്കാർക്ക് ദോഷകരമായ ഫലങ്ങൾ വന്ന് ഭവിക്കും എന്നാണ് കണ്ടത്. ആ നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത്. ഇവർ പ്രത്യേകം ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുക. കാരണം ഇവർ ചില വഴിപാടുകൾ, ചില പരിഹാരങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതേക്കുറിച്ചാണ് ഇനി പരാമർശിക്കുന്നത്. ആദ്യത്തെ നക്ഷത്രം മകയിരം നക്ഷത്രമാണ്. മകയിര നക്ഷത്രക്കാർക്ക് മേടമാസം അത്ര ശുഭകരമല്ല എന്നാണ് പരാമർശിക്കുവാൻ സാധിക്കുന്നത്. അത്ര ഗുണകരമല്ല എന്ന് പറയാം. കാരണം കർമ്മവുമായി ബന്ധപ്പെട്ട് തടസ്സങ്ങൾ വന്നു ചേരാം. വിചാരിക്കുന്ന പുരോഗതി വന്നു ചേരണം എന്നില്ല. അനാവശ്യമായ ചിന്തകൾ, മനസ്സിനെ വിഷമിപ്പിക്കുന്നതായ കാര്യങ്ങൾ സംഭവിക്കുക, ചിന്തകൾ വരിക, അതിന് സാധ്യത കൂടുതലാണ്. ധനപരമായ ആവശ്യങ്ങൾ വർദ്ധിക്കും. ചിലവ് വർദ്ധിക്കും. സാമ്പത്തികമായ ചില നഷ്ടങ്ങൾ പ്രതീക്ഷിക്കാം. വരുമാനം പ്രതീക്ഷിച്ചതുപോലെ ലഭിക്കണം എന്നില്ല. ലാഭം കച്ചവടവുമായി ബന്ധപ്പെട്ട് അല്പം കുറയുവാനോ അല്ലെങ്കിൽ ചിലവ് വർദ്ധിക്കുകയോ തന്മൂലം നഷ്ടം സംഭവിക്കുകയോ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് സാധ്യതയുണ്ട്. രോഗവുമായി ബന്ധപ്പെട്ടും അല്പം ശ്രദ്ധിക്കണം. ആരോഗ്യം ശ്രദ്ധിക്കണം എന്ന് തന്നെ പറയാം. വ്യാപാര നഷ്ടങ്ങൾ പ്രതീക്ഷിക്കാം. തീർച്ചയായും ഇവർ ഗണേശ ഭഗവാനെ ആരാധിക്കുക. ഭഗവാന് നാളികേരം ഉടയ്ക്കുക. അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തുക. കാരണം അപകട സാധ്യത അല്പം കൂടുതലാണ്. മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി ജപിക്കുക. മൃത്യുഞ്ജയ മന്ത്രം ജപിക്കുക. മന്ത്രം ഇപ്രകാരമാണ്: ഓം ത്രയംബകം യജാമഹേ സുഗന്ധിയും പുഷ്ടിവർദ്ധനം ഉർവാരികമോ ബന്ധനാത് മൃത്യോർമോക്ഷിയം അമൃതാത്. ഈ മന്ത്രം ഈ പരാമർശിക്കുന്ന എല്ലാ നക്ഷത്രക്കാരും ജപിക്കുക. കൂടാതെ ധാരയും പിൻവിളക്കും നടത്തി പ്രാർത്ഥിക്കുക. ഈ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ദോഷകരമല്ലാതായി തീരും. അല്ലെങ്കിൽ അത് ശരിയായ രീതിയിൽ ബാധിക്കാതെ ഒഴിഞ്ഞ് പോകും എന്ന് തന്നെ പറയാം. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് തിരുവാതിര നക്ഷത്രമാണ്. തിരുവാതിര നക്ഷത്രക്കാർക്കും ശുഭകരമല്ല സമയം. ധനനഷ്ടം വന്നു ചേരാം. കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ മനക്ലേശങ്ങൾ വർദ്ധിക്കാം. പല രീതിയിലുള്ള തെറ്റായ ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരാം. കുടുംബത്തിൽ കലഹങ്ങൾ വർദ്ധിക്കാം. ആഗ്രഹ സാഫല്യം ഉണ്ടാകണം എന്നില്ല. തടസ്സങ്ങളാൽ പല കാര്യങ്ങളും ശരിയായ രീതിയിൽ വന്ന് ചേരണം എന്നില്ല. പൊതുപ്രവർത്തകർക്കും ശുഭകരമല്ല. ഈ സമയം ബിസിനസ് പരമായ നഷ്ടം, വ്യാപാരപരമായ നഷ്ടം, കൊടുത്ത പണം തിരികെ ലഭിക്കാതിരിക്കുക, അത്തരം കാര്യങ്ങൾക്ക് സാധ്യത കൂടുതലാണ്.
അതിനാൽ തന്നെ മനസ്സിൽ പല രീതിയിലുള്ള വിഷമങ്ങൾ കടന്നു വരും. നിങ്ങൾ തീർച്ചയായും വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, ഭഗവാന് നെയ് വഴിപാട് കഴിക്കുക. കൂടാതെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഭഗവാന് തുളസിമാല ചാർത്തുക. ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയും മുൻപ് പരാമർശിച്ച മന്ത്രവും ജപിക്കുക, മൃത്യുഞ്ജയ മന്ത്രം ജപിക്കുക. തീർച്ചയായും നിങ്ങളുടെ ദോഷകരമായ ഫലങ്ങൾ ഒരു പരിധിവരെ ഒഴിയും. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് അത്തം നക്ഷത്രമാണ്. അത്തം നക്ഷത്രക്കാർക്കും അത്ര ശുഭകരമല്ല ഈ സമയം എന്ന കാര്യം ഓർക്കുക. കാരണം പ്രവൃത്തി തടസ്സങ്ങൾ പ്രതീക്ഷിക്കാം. ബന്ധുക്കൾ തന്നെ ശത്രുക്കളാവുകയോ സുഹൃത്തുക്കൾ ശത്രുക്കളായി മാറുന്ന അവസ്ഥ പോലും വന്നു ചേരാം. കലഹങ്ങൾ വർദ്ധിക്കാം. അപമാനം നേരിടേണ്ടതായി വരാം. മനക്ലേശങ്ങൾ, മനസ്സിനെ പ്രയാസപ്പെടുത്തുന്നതായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ദാമ്പത്യ ജീവിതത്തിലും കുടുംബത്തിലും സ്വസ്ഥതക്കുറവ് അനുഭവപ്പെടുന്നതാണ്. ശത്രുക്കളുമായി ബന്ധപ്പെട്ട് പല പ്രശ്നങ്ങളും വന്നു ചേരാം. ശത്രുക്കൾക്ക് പെട്ടെന്ന് ഉയർച്ച പോലും വന്നു ചേരും. നിങ്ങൾക്ക് ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരാം. അതിനാൽ തന്നെ ഈ സമയം നിങ്ങൾ പരമശിവനെയും വിഷ്ണു ഭഗവാനെയും ഭജിക്കുക. വിഷ്ണു ക്ഷേത്രത്തിൽ നിങ്ങളുടെ പേരിൽ പുഷ്പാഞ്ജലി നടത്തുക. ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തുകയും കൂടാതെ മൃത്യുഞ്ജയ മന്ത്രം നിത്യവും 108 തവണ ജപിക്കുക. ഈ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകലുക തന്നെ ചെയ്യും. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ചോതി നക്ഷത്രമാണ്. ചോതി നക്ഷത്രക്കാർക്കും ഈ സമയം അത്ര ശുഭകരമല്ല എന്ന കാര്യം ഓർക്കുക. ചോതിക്കാരെ സംബന്ധിച്ചിടത്തോളം ശത്രുക്കളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇവരുടെ ജീവിതത്തെ വളരെ ദോഷകരമായി ബാധിക്കാം. മനക്ലേശങ്ങൾ വർദ്ധിക്കാം. സ്വസ്ഥതക്കുറവ് അനുഭവപ്പെടും. ബന്ധുക്കൾ പോലും ശത്രുക്കളായി മാറാം. ഉപദേശം മറ്റുള്ളവർക്ക് നൽകുകയും അത് നിങ്ങൾക്ക് തിരിച്ചടിയായി തീരും. സഹായം പോലും നിങ്ങൾക്ക് തിരിച്ചടിയായി തീരും. തൊഴിൽ തടസ്സങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാം. കർമ്മരംഗത്ത് പ്രതീക്ഷിക്കുന്ന ഉയർച്ച വന്നു ചേരണം എന്നില്ല. ബിസിനസ് പരമായും ഇത്തരത്തിലുള്ള ഫലമാണ് വന്നു ചേരുക. ധനനഷ്ടം സംഭവിക്കാം. ഒരു വ്യക്തിയെ കൂടുതലായി വിശ്വസിക്കുന്ന മൂലമോ അല്ലെങ്കിൽ വ്യക്തികളെ കൂടുതലായി വിശ്വസിക്കുന്നത് മൂലമോ ധനനഷ്ടം, അത്തരത്തിൽ മനസ്സിനെ അലട്ടുന്നതായ പ്രശ്നങ്ങൾ വന്നു ചേരാം. തീർച്ചയായും ഈ സമയം ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക. അപകട സാധ്യതയുണ്ട്. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക. മഹാമൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തുക. കൂടാതെ മൃത്യുഞ്ജയ മന്ത്രം ജപിച്ച് മുന്നോട്ട് പോവുക. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് തിരുവോണം നക്ഷത്രമാണ്. തിരുവോണ നക്ഷത്രക്കാർ അല്പം ശ്രദ്ധയോടെ മുന്നോട്ട് പോകേണ്ടതായ സമയം എന്ന് തന്നെ പറയാം. കാരണം പല രീതിയിലുള്ള ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരാം. ശുഭകരമല്ല സമയം. തൊഴിൽ തടസ്സങ്ങൾ വന്നു ചേരാം. തൊഴിൽ നഷ്ടമാകുവാനുള്ള സാധ്യതയുണ്ട്. അപകട സാധ്യതകളുണ്ട്. വാഹനങ്ങൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക. ബന്ധുക്കൾ ശത്രുക്കളായി മാറും. പല വ്യക്തികളുടെയും വിരോധം വന്നു ചേരാം. സുഹൃത്തുക്കൾ നിങ്ങൾക്ക് ദോഷകരമായ ഫലങ്ങൾ നൽകും. ശരീരത്തിൽ മുറിവുകൾ സംഭവിക്കാം. അപകട സാധ്യത കൂടുതലാകുന്നു. ഈ സമയം പോലീസുമായി ബന്ധപ്പെട്ട് കേസുകൾ അല്ലെങ്കിൽ വ്യവഹാരങ്ങൾ അത് നിങ്ങൾക്ക് പ്രതികൂലമായി ഭവിക്കുക, അത്തരം കാര്യങ്ങൾക്ക് സാധ്യത കൂടുതലാണ്. ഈ സമയം ദോഷകരമായ സമയമാകുന്നു. ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക. ശാസ്താവിനെ ഭജിക്കുന്നത് ശുഭകരമാണ്. ശനിയാഴ്ച എള്ളുതിരി തെളിയിക്കണം. കൂടാതെ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും മഹാമൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തുകയും അഥവാ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തുകയും കൂടാതെ ധാരയും പിൻവിളക്കും നടത്തി പ്രാർത്ഥിക്കുക. കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. പല അപകടങ്ങളും ഒഴിവായി പോകും എന്ന കാര്യം ഓർക്കുക. മഹാമൃത്യുഞ്ജയ മന്ത്രം നിത്യവും 108 തവണ ജപിക്കുക. ആ കാര്യവും പ്രത്യേകം ഓർത്തിരിക്കുക.